അനുഗ്രഹിക്കട്ടെ. ദൈവ ശബ്ദം കേൾക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രാർത്ഥന, പാട്ട്, ഇത് രണ്ടും ദൈവത്തോട് സംസാരിക്കുന്നതാണ്. വചനം അങ്ങനെയല്ല. വചനം നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ദൈവത്തിന് അതിലൂടെയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനേ. പ്രാർത്ഥന നമ്മളങ്ങോട്ട് പറയുന്ന കാര്യങ്ങളല്ലേ, പാട്ടും അങ്ങനെ തന്നെയാണ്. വചനം അതല്ല. അതുകൊണ്ട് ഏത് പ്രാർത്ഥനയ്ക്കും വചനം പ്രാധാന്യമാണ് കേട്ടോ. വചനമില്ലാത്ത എല്ലാ പ്രാർത്ഥനയും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ ഇടമില്ല. എങ്ങനെയാ ദൈവം സംസാരിക്കുന്നത്? വചനത്തിലൂടെയല്ലേ. അതുകൊണ്ട് വചനം ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ ആത്മാക്കളെ നേടാൻ വേണ്ടി, നമുക്ക് തരാൻ വേണ്ടി നടത്തുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ അതിൽ ആയിരിക്കുന്നു. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച്. പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്ലാൻ മാറ്റും. പ്രസംഗത്തിന് അത് കഴിയത്തില്ല. എത്ര കൃപാവരം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്ലാൻ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പ്രാർത്ഥനക്കാരന് പറ്റും. എവിടെയാ തെളിവേ? അബ്രഹാം പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ദൈവം പ്ലാൻ മാറ്റി. ആദ്യത്തെ ദൈവത്തിന്റെ പ്ലാന് സോദോം ഗൊമോറ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അബ്രഹാം പ്രാർത്ഥന ഉണക്കിയപ്പോൾ കർത്താവ് അത് 100 ആക്കി. 100 പേരുണ്ടെങ്കിൽ വീണ്ടും പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അത് 50 ആക്കി. സ്തോത്രം. വീണ്ടും പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അത് 40 ആക്കി. അതുകൊണ്ട് ഒരു കാര്യം മറക്കുക, ഇവിടുത്തെ ഏത് വലിയ പണ്ഡിതൻ ഇറങ്ങി വന്നാലും ദൈവത്തിന്റെ പ്ലാൻ മാറ്റാൻ പറ്റില്ല. പക്ഷെ പ്രാർത്ഥനക്കാരന് കഴിയും. അബ്രഹാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ ദൈവം മാറ്റി. അവസാനം ദൈവം പറഞ്ഞു, ഒരാളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം. കണ്ടോ? അപ്പം ദൈവത്തിന്റെ പ്ലാനിനെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അടുത്ത 2, ദൈവത്തെ തോൽപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, പക്ഷെ പ്രാർത്ഥനക്കാരന് കഴിയും. എവിടെയാ വാക്യം? ഉൽപ്പത്തി 32 എന്താ വായിച്ചേ? നീ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. ഹോശയ്യ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഹോശയ്യാണോ 11 12 നോക്കിയേ. 12:3 അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ച് തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ ദൈവത്തോട് പൊരുതി ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? ദൈവത്തോട് ജയിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റുകയില്ല. ദൈവം സർവശക്തനാണ്, അത്യുന്നതനാണ്. പിന്നെ അങ്ങനെ യാക്കോബ് ജയിച്ചത്? അവിടെ പറഞ്ഞു, അവൻ ദൈവത്തോട് പൊരുതി ജയിച്ചു. എങ്ങനെയാ ജയിച്ചെന്നറിയാമോ? രാത്രി മുഴുവനും യാബോക്കിന്റെ തീരത്ത് വെച്ച് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. അവിടെ ഉൽപ്പത്തി വായിക്കുന്നത് 32 മൽപ്പിടുത്തം വന്ന. പക്ഷെ ഇവിടെ അതല്ല. ഇവിടുത്തെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച ഹോശയ്യ പ്രവചനം. പ്രാർത്ഥന എന്താന്ന് കേട്ടോ? അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. കണ്ണുനീരിന്റെ മുൻപാകെ ദൈവം തോറ്റുകൊടുത്തതാ. അവൻ കരയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അങ്ങ് തോറ്റു, അവന് ജയം കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ യാക്കോബിന്റെ പ്രാർത്ഥനയിൽ ദൈവം തോക്കാനുള്ള കാരണം യാക്കോബ് തോപ്പിച്ചതല്ല, കണ്ണുനീരിന്റെ മുമ്പിൽ തോറ്റതാ. അതുകൊണ്ട് ദൈവമക്കളെ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തെ തോൽപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. സ്തോത്രം പറഞ്ഞ് തോൽപ്പിച്ചു. യാക്കോബ് ജയിച്ചു ദൂതന്റെ മുമ്പില്. പൊരുതി. എങ്ങനെ ജയിച്ചു? കണ്ണുനീരെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ദൈവത്തെ തോൽപ്പിക്കാൻ ശക്തിയുണ്ട്. അതുകൊണ്ടല്ലേ യാക്കോബ് പൊരുതി ജയിച്ചത്.
പിന്നെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ പ്ലാൻ മാറ്റാൻ ശക്തിയുണ്ട്. അബ്രാഹാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സോദോം ഗോമറ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ദൈവം പ്ലാൻ മാറ്റി. പറഞ്ഞു 100 പേരുണ്ട്, എന്ത് ചെയ്യത്തില്ല. അത് 100 വന്നു, പിന്നെ അത് 50 വന്നു, പിന്നെ അത് 10 വന്നു. ദൈവത്തിന്റെ പ്ലാൻ മാറ്റി. അതുകൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്ലാൻ മാറ്റി മറിക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇവർക്ക് മനസ്സിലായല്ലോ, ദൈവത്തെ തോൽപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇനി പുറപ്പാടിലേക്ക് ഒന്ന് പോയി 32-ാം അധ്യായമാണ്. ദൈവം മോശയുടെ കാല് പിടിക്കുന്നതാണ്. മോശയോട് ദൈവം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലോട്ട് വന്നേ. ആ 32-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. 32-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. പറഞ്ഞോട്ടെ, എന്നെ വിടുക. അതിനെ മോശ പിടിച്ചു നിർത്തിയോ ദൈവത്തെ? മോശയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? മോശയ്ക്ക് ദൈവത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടോ? ശക്തി ഉണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തെ പിടിച്ചു നിർത്താൻ ലോകത്തിൽ മോശ പോയിട്ട് ഒരുത്തർക്കും കഴിയില്ല. ഇനി ദൈവം എന്താ പറഞ്ഞത്? നീ എന്നെ വിട്, ഞാൻ പോകട്ടെ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മോശ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയാ. ദൈവമേ, ഈ ജനത്തെ നശിപ്പിക്കരുതേ എന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവം തോറ്റു. ദൈവം പറഞ്ഞു, വിട്, ഈ പ്രാർത്ഥന നീ ഒന്ന് നിർത്ത്. എനിക്കെന്തല്ല, ഈ കാരണം എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. അല്ല, മോശയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ കർത്താവ് തോറ്റു. കർത്താവ് കൊല്ലുമെന്ന് പറഞ്ഞ ജനം, ഞാൻ ഇവരെ എല്ലാം ഇപ്പൊ വിട്ടിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. അവസാനം ദൈവം തോറ്റിട്ട് പറഞ്ഞു, മോശ ഇവരെ കൊണ്ട് നീ പൊക്കോളാം. നീ ഇവരെ കൊണ്ട് കനാൻ ദേശത്തേക്ക്. മോശയുടെ പ്രാർത്ഥന ദൈവത്തെ തോൽപ്പിച്ചു. യാക്കോബിന്റെ പ്രാർത്ഥന ദൈവത്തെ തോൽപ്പിച്ചു. സ്തോത്രം പറ. അബ്രാഹാമിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ പ്ലാൻ മാറ്റി. അതുകൊണ്ട് ദൈവ പൈതലെ ചില ദിവസങ്ങൾ വേർതിരിച്ച് വീട്ടിൽ ഇരുന്ന് കരഞ്ഞു മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ജയമെടുക്കാൻ കഴിയുള്ളൂ. ദൈവത്തെ തോൽപ്പിച്ച് യാക്കോബ് ജയിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, കണ്ണുനീരിന്റെ പ്രാർത്ഥന കൊണ്ടാ, കൊണ്ടാ. അവിടെ അങ്ങനെ നമ്മൾ ഹോശിയ പ്രവചനത്തിൽ വായിച്ചത്, അവൻ കരഞ്ഞപേക്ഷിച്ചു. അല്ലെങ്കിൽ കരയാവോ? സ്തോത്രം പറ. കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? നിന്റെ വിഷയത്തിൽ നീ ജയമെടുക്കും കേട്ടോ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന ദൈവത്തെ തോൽപ്പിക്കുന്നു. പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു നിർത്തുന്നു. വായിച്ചില്ല, എന്നെ വിടെ പോകട്ടെ. അതിന്റെ ദൈവത്തെ പിടിച്ചു നിർത്തിയോ? യാക്കോബിനോടും പറഞ്ഞു, വെച്ചേ നദിയുടെ തീരത്ത് പറഞ്ഞു, നീ എന്നെ വിടെ, നേരം എടുത്ത് എനിക്ക് പോണം. അതിന്റെ യാക്കോബ് ദൈവത്തെ പിടിച്ചു. യാക്കോബിനുള്ള കഴിവുണ്ടോ? ഒരിക്കലുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവരെ പോകാൻ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ഇങ്ങനെ നിൽക്കുക. അവിടെ തോറ്റുപോയി പറഞ്ഞ്. അതുകൊണ്ട് ദൈവവൈദ്യനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കർത്താവ് തോറ്റ് നിനക്ക് ജയം തരും. കർത്താവ് തോറ്റ് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ജയം തരും. യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചത് അങ്ങനെയാ, അല്ലാതെ പിടിച്ചു തോൽപ്പിച്ചതല്ല. യാക്കോബിന് ദൈവത്തെ പിടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. അബ്രാഹാം ദൈവത്തെ എന്ത് ചെയ്തു? മാറ്റിച്ചത് അങ്ങനെയാ. എന്ത് ചെയ്തു? ഒറ്റ നിപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്ലാൻ ഓരോന്നും മാറ്റിയിട്ടു അബ്രാഹാം നിർത്തുന്നില്ല. ഒടുവിൽ ദൈവം തോറ്റു. അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ സഹോദരനെ ഞാൻ വിരിച്ചേക്കാം. നോക്കുക, മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ കർത്താവ് തോറ്റിട്ട് പറഞ്ഞു, മോശ എന്നാ നീ പൊക്കൂ, നീ നിന്റെ ജനത്തെ കൊണ്ട് എല്ലാരെയും കൊല്ലുവെന്നും പറഞ്ഞ് ദൈവം കോപിച്ച് നിൽക്കുക. കണ്ടോ? അവിടെ
തോപ്പിച്ച് അവരുടെ വിഷയം നേടിയെടുത്തത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ലിലിയ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കിവിടെ വിസയുടെ വിഷയമില്ലേ? നിങ്ങൾക്കിവിടെ ജോലിയുടെ വിഷയമില്ലേ? നിങ്ങൾക്കിവിടെ ബിസിനസ് സാമ്പത്തിക വിഷയമില്ലേ? നിങ്ങൾക്ക് ചില ദിവസം മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം തോറ്റ ആ വിഷയത്തിൽ ജയം തരും. ഹല്ലേലൂയ പറ. ദൈവം തോറ്റിട്ട് ആ വിഷയത്തിൽ നമുക്ക് ജയം തരും. പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. പ്രൈസലോ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഭക്തന്മാരെല്ലാം അങ്ങനെയായിരുന്നു. അപ്പൊ കണ്ടല്ലോ, എത്ര പേരുടെ പേര് ഞാൻ പറഞ്ഞു. യാക്കോബ് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടി അല്ലേ? എങ്ങനെ നേടി? ദൈവത്തെ തോപ്പിച്ചു, ദൂതനെ പൊരുതി ജയിച്ചാണ് യാബോക്കിന്റെ ഹല്ലേലൂയ പറഞ്ഞത്. അബ്രാഹാം കണ്ടോ, ദൈവത്തിന്റെ പ്ലാൻ മാറ്റി അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തെ തോപ്പിച്ച് തന്റെ സഹോദരനെ അവിടെ നിന്ന് വിടുവിച്ചു. സ്തോത്രം. മോശ കണ്ടില്ലേ, തന്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ് അവസാനം ദൈവം തോറ്റു. നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കാത്തോണ്ടല്ലേ പല വിഷയത്തിലും തോറ്റു വിടുതൽ കിട്ടാത്തത് അല്ലേ? എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുത്തു, എന്റെ കുഞ്ഞിന്റെ വിഷയം, എന്റെ വിഷയം, എന്റെ ജോലിയുടെ വിഷയം, ഞങ്ങളുടെ സാമ്പത്തിക വിഷയം, എനിക്ക് അഭിഷേകം വേണം. ആമേ പാസ്വേഡ് പറഞ്ഞാൽ ഒക്കത്തില്ല. മുട്ടുകുത്തി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? മേടിച്ചെടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം തോക്കും. ദൈവം തോറ്റ് നമുക്കറിയാം. സ്തോത്രം. അല്ലാതെ യാക്കോബിന്റെ മുമ്പിൽ ദൈവം അങ്ങനെ തോറ്റത്? യാക്കോബിന് മുമ്പിൽ എങ്ങനെ ദൈവത്തിന്റെ ദൂതന്റെ കരച്ചിലാണെന്ന്? കണ്ണുനീരാ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ചിലർക്ക് പ്രാർത്ഥന ഒന്നും വേണ്ടല്ലോ. ഞാന് ഈ പ്രാർത്ഥന ആയതുകൊണ്ട് മെസ്സേജ് അതിനെക്കുറിച്ച് പറയാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആമേ, ഞാൻ ഈ ലോകത്തില് ഈ എല്ലാവരും ജയിച്ചത് എങ്ങനെയാണെന്നറിയോ? ജയമെടുത്തത്. അതുപോലെ ബൈബിൾ നിങ്ങൾ പഠിക്കണം. ജയിച്ചവർക്ക് നന്മയുണ്ട്. ബൈബിളിൽ എവിടെയെങ്കിലും തോറ്റുപോയവരെ കൊള്ളയിട്ടതായിട്ടൊരു വാക്യം ഞാൻ അരിച്ചു പെറുക്കിട്ട് കണ്ടിട്ടില്ല. അമ്മ ദൈവം നീ കൊള്ളയിട്ടു എന്ന് പറഞ്ഞ് നന്മ കിട്ടിയ എല്ലാം ജയിച്ചവർക്ക് മാത്രമാണ്. സ്തോത്രം പറഞ്ഞ് തോറ്റവർക്ക് ബൈബിളിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജയിക്കാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാകത്തില്ല. അഥവാ ഏതെങ്കിലും ഭാഷമാര് പറയുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവര് ബൈബിളിൽ ശരിക്കും വായിച്ചു കാണിക്കുന്നില്ല. സ്തോത്രം. കാരണം ബൈബിളിൽ അങ്ങനെ തോറ്റവർക്ക് ആർക്കും ഒന്നില്ല. ഈ പട്ടണത്തിലെത്തി ജയിച്ചപ്പോ പറഞ്ഞ അവിടെ കൊള്ളയിട്ട് എടുത്തോളാൻ രാജാക്കൻ ഒരു ദിവസം നമ്മൾ വായിക്കുന്നത് യഹോശാഫാത്ത് രാജാവ് ഒരു ദിവസം ജയിച്ചു. ഒറ്റ ദിവസം 3 ദിവസം കൊള്ളയിട്ടു. ഒറ്റ ജയത്തിന് എന്ത് ചെയ്തു? 3 ദിവസം നന്മ വാരിക്കുട്ടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. 3 ദിവസം നന്മ. അപ്പൊ പ്രാർത്ഥിച്ച് നിന്റെ മുൻപിലുള്ള ശത്രുവിനെ ജയിക്കേ, പ്രതികൂലത്തെ ജയിക്കേ, പൈശാചിക ശക്തിയെ ജയിക്കേ. അപ്പൊ നിന്റെ നന്മയുടെ വിശാലമാകും. സ്തോത്രം. ഇത് പ്രാർത്ഥിച്ച് ജയിക്കുകയല്ല, ആരാധനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. പാഷ് പറഞ്ഞിട്ടൊന്നുമല്ല ആരാധിക്കേണ്ടത്. അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. പാഷ് പറഞ്ഞതുപോലെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആണോ? പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ മുമ്പിൽ, അവരെ എന്ത് ചെയ്തു? ഉത്തേജിപ്പിച്ചതിന്റെ മുൻപിൽ, ഉച്ചരിപ്പാൻ പറഞ്ഞതിന് മുമ്പിൽ അതുപോലെ ആരാധിച്ചു. അത് ആരാധന. അല്ലാതെ മറ്റൊരാൾ ലീഡ് ചെയ്ത് നടത്തുന്നത് അത് ഒരു ക്രമീകരണത്തിന് വേണ്ടി നല്ലതാ. പക്ഷെ ഒരാൾ ലീഡ് ചെയ്ത് ആത്മനിറവ് ഉണ്ടാക്കണമെന്ന് ബൈബിളിലില്ല. അങ്ങനെ അവിടെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല. ആരും ലീഡ് ചെയ്തിട്ടല്ല, പരിശുദ്ധാത്മാവ്. പിന്നെ ലീഡിങ് നല്ലതാ. കാരണം ഒരാൾ ലീഡ് ചെയ്യുമ്പോൾ ഒരു ക്രമീകരണം നമുക്ക് നല്ലതാ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കണ്ടാൽ മതിയല്ലേ. ചിലതിങ്ങനെ ആത്മാവ് നിറയ്ക്കാൻ വേണ്ടി തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ഏതാ അങ്ങനെ ബൈബിളിൽ ഇല്ലതയോ?
ഇപ്പൊ നിങ്ങളടുത്ത് വായിച്ചു നോക്കൂ. പരിശുദ്ധാത്മാ മകനല്ല അവിടെ വന്നത്, ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജോർജിനോട് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ആത്മാവിന് വിട്ടുകൊടുക്കുക. അതാണ് ആരാധന. ആത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ. അതാണ് പറഞ്ഞ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുക. ആത്മാവിന് വിട്ടുകൊടുത്ത് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആരാധിക്കുക. നിങ്ങൾ അതോ നിങ്ങൾക്ക് അവിടെ ഉണർവ് ഉണ്ടാകണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ തോന്നലിനൊത്തവണ്ണം കൈകടിച്ച് നിങ്ങൾ അളവുകയാണോ? ഒരാ ആത്മാവിന് നമ്മളെ വിട്ടുകൊടുക്കുക. ആരാധന ആത്മാവിന്റെ ഇഷ്ടത്തിനാണ്, ആത്മാവിന്റെ ഉത്തേജനത്തിനാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മാവുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ പറഞ്ഞ് അവരാരാധിച്ചു. ആത്മാവിന് വിട്ടുകൊടുക്കുക കേട്ടോ. ആ ആരാധന സത്യം പറയാൻ നമ്മുടെ ഇടയിൽ വളരെ ചുരുക്കമാണ്. ആത്മാവിന് വിട്ടുകൊടുക്കുന്ന ആരാധന. സ്തോത്രം. അപ്പോ എല്ലാവരും കൊണ്ട് നോക്കും. ആ ആരാധന കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ്. അവര് ആത്മാവിനങ്ങ് വിട്ടുകൊടുക്കും. ആത്മാവ് പറയുന്നത് പോലെ തന്നെ ആരാധിക്കും. നമ്മൾ ആരാധിക്കുന്നില്ല. നമ്മൾ ആത്മാവ് എന്ത് പറഞ്ഞാലും നമുക്കൊരു കണക്കുണ്ട്. ആത്മാവിനെ ആ കണക്കി നിർത്തിയേക്കുക. ഇതിനപ്പുറത്തോട്ടെ നമ്മുടെ പിടിയിൽ ആത്മാവിന്. ഇതാണ് മലയാളികളുടെ ആരാധനയുടെ ഏറ്റവും വലിയ ഭവിഷ്യത്ത്. നമ്മൾ ആത്മാവിന്റെ ഇഷ്ടത്തിനല്ല, ആത്മാവിനെ നമ്മുടെ കണക്കിലാണ് നടത്തുന്നത്. എന്നാൽ പലരും അങ്ങനല്ല, അവർ ആത്മാവിന്റെ ഇഷ്ടത്തിന് ആരാധിക്കുക. ആത്മാവ് പറയുന്നത് പോലെ അവരാധിക്കുക. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ കൈകൂക്കുന്നു, ചാടുന്നു, തുള്ളുന്നു, ചിലപ്പോൾ വലിയ കുറക്കെ പ്രതിരോധറിയോ. അവർക്ക് ലക്കുകേട് ഉണ്ടായിട്ടില്ല, ആത്മാവ് ഉച്ചരിപ്പിച്ച് ഉത്തേജനം കൊടുത്തത് കൊണ്ടാണ്. ആത്മാവ് അങ്ങനെ അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അത് ലക്കുകേടും ബോധക്കേടും ഒന്നുമല്ല. അവർക്ക് നല്ല ബോധമുണ്ട്. നമ്മളെ 100 ആരാധിക്കേ, അല്ലേലൂയ പറ, സ്തോത്രം പറ. അന്ന് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ എത്ര ഉത്തേജനം തന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. നമുക്കൊരു കണക്കുണ്ട്, ഇതിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് ഇല്ല. ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ, വിശ്വാസ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറ്റുന്ന കുഴപ്പം, ചില വിഷയത്തിന് വിടുതൽ കിട്ടത്തില്ല. എന്നെ കുറ്റം പറയും. ഇപ്പൊ വചനം ഞാൻ പറയാം. എന്താ നമ്മൾ ഏലിയാവിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏലീശ പുറകെ പോയി. എന്തിനാ ഏലീശ പോയത്? ഇരട്ടി ആത്മാവിന്റെ കിട്ടിയോ? ഗിൽഗാലിൽ നിന്ന് അവര് പുറപ്പെട്ടു. ഏലിയാവ് ഒരക്ഷരം വേണ്ടിയില്ല കേട്ടോ. അവിടെ വന്നാൽ പറഞ്ഞു, നീ വരണ്ട, നീ തിരിച്ചു പൊക്കോളാം, വരണ്ട, ഞാൻ നിന്നെ മുമ്പോട്ട് പോവാ. തടഞ്ഞു. പക്ഷെ പുള്ളി നിൽക്കത്തില്ല. പുള്ളി വീണ്ടും സ്തോത്രം. വെറുതെ പറഞ്ഞതല്ല. അവിടെ എഴുതിയിരിക്കുന്നതറിയോ, തനിക്ക് ശിഷ്യന്മാരവിടെ ഉണ്ട്. ഗിൽഗാലി ശിഷ്യന്മാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. അവിടെ പുള്ളിക്ക് സഭയുണ്ട്, വിശ്വാസിയുണ്ട്, ബൈബിൾ സ്കൂളും ഉണ്ട്. ശിഷ്യന്മാരെന്ന് പറയാൻ പുള്ളി പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കാൻ പറയും. നമ്മളാണ് ഒരു ബൈബിൾ സ്കൂൾ കിട്ടിയ അന്നേരം പുറത്തോട്ട് ചാടി കയറിയത് അല്ലേ? ഓക്കെ ഭാഷ, ഞാൻ ഇവിടെ എന്ത് ചെയ്തോളാം, ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറെ ഏലീശ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നത്. രണ്ടാമത്തെ സ്ഥലത്ത് ചെന്നപ്പോഴും പുള്ളിക്ക് അവിടെ എന്തുണ്ടായി? അവിടെ ശിഷ്യന്മാരുണ്ടെന്നാ എഴുതിയിരിക്കുന്നേ. എരികോവിൽ ചെന്നപ്പോഴും ഉണ്ട്. എന്താ പറഞ്ഞാൽ നീ ഇവിടെ നിന്നു, അവിടെ നിന്നില്ല പുള്ളി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ചിലരൊക്കെ ചെറിയൊരു സഭയും ഒരു ബൈബിൾ സ്കൂളും ഒക്കെ കിട്ടുമ്പോൾ സന്തോഷത്തോടെ നിൽക്കും. പക്ഷെ ഏലീശ അങ്ങനെയല്ല. പുള്ളി പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എനിക്കിതൊന്നും വേണ്ട. മൂന്നാമത്തെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിന്നില്ലേ, ഇവിടെ എന്തുണ്ട്? അവിടെ ശിഷ്യന്മാരുണ്ട്. അവിടെയും പുള്ളി നിന്നില്ല. അവിടെയും പുള്ളി മുമ്പോട്ട് യോർദാനിൽ ചെന്നു. ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെയും പുള്ളി നിന്നില്ല. യോർദാൻ അക്കരെ കയറിയിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വേണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? അതൊക്കെ കിട്ടണോ? ചെയ്തു തരും കേട്ടോ. ഉടനെ ചോദിച്ചു. പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ നിനക്കത് കിട്ടും. ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് കാണുന്നെങ്കിൽ നിനക്കത്, അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായി? ഇല്ല അല്ലേ?
ഫിനിഷിംഗ് പോയിന്റിൽ വരുന്നെങ്കിൽ എനിക്ക് എവിടുന്നുണ്ട് എന്റെ ലാസ്റ്റ് പോയിന്റ് വരെ നീ എത്തിയാൽ, കുഞ്ഞെ അതാ വിഷയം. നീ ഇതുവരെ ദൈവത്തിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടില്ല. എന്നെ കുറ്റം പറയരുത്. ദൈവം ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നീ എത്താതെ നിന്റെ വിഷയത്തിന് മറുപടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വെച്ച് കിട്ടത്തില്ല. എന്താ ബഥേലി വെച്ച് ചോദിക്കാഞ്ഞേ? എന്തുകൊണ്ട് ഗിൽഗാലി വെച്ച് ചോദിച്ചില്ല? എന്തുകൊണ്ട് ജോർദാനി വെച്ച് ചോദിച്ചില്ല? കാരണം ജോർദാൻ ഫിനിഷിംഗ് പോയിന്റ് അല്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന് നിങ്ങൾ എവിടം വരെ എത്തണമെന്ന് ദൈവം ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അവിടം വരെ എത്തുന്നവരെ നിങ്ങളുടെ വിഷയത്തിന് അനക്കം ഉണ്ടാകത്തില്ല. ഒരല്ലേലിയ പറഞ്ഞേ. ഞാൻ പെന്തക്കോസ്തി വന്ന് ഭാഷ കൂടെ കൂടിയിട്ട് എനിക്ക് വിടുതൽ കിട്ടിയില്ല. നാളെ ഇതിലെല്ലാം പറഞ്ഞു നടക്കരുത്. എന്റെ കയ്യിൽ ഈ സാധനമില്ല. എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ നിങ്ങളെ ഇവിടെ വർത്തണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ടാണ് എന്ത് ചെയ്തേനെ ഉള്ള ചില്ലറ കഴിച്ചോടിക്ക് പോന്നെ. അല്ലേ, ഇത് എന്റെ കയ്യിലില്ല. ഇത് തരേണ്ട ആള് ദൈവമാ. അത് എപ്പോഴാ തരുന്നത്? അവസാനം വരെ വരണം. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കുന്ന അവസാന പോയിന്റ് വരെ, അതാണ് ദൈവം കണ്ടുവച്ചിരിക്കുന്നത്. ഈ പോയിന്റിൽ എത്താതെ ഏലിശയ്ക്ക് എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ബഹറിലും ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് എവിടം വരെ നിങ്ങൾ മുന്നോട്ട് ആത്മീയമായി വരണമെന്ന് ദൈവം വെച്ചിരിക്കുന്ന ആ പോയിന്റ് വരെ 2 വർഷം കഴിഞ്ഞ് എത്തത്തുള്ളൂ, അന്നേ കിട്ടത്തുള്ളൂ. അല്ല 10 വർഷം കഴിഞ്ഞ് എത്തത്തുള്ളൂ, അന്നേ നിങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ എത്തിയപ്പോ ചോദിച്ചു, ഇനിയും പറഞ്ഞു, ഞാൻ നിനക്ക് ഇടയ്ക്ക് ചോദിച്ചില്ല. എല്ലാരോടും ഞാൻ പറയുക കേട്ടോ, എത്തുവോ? കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് വരെ മുന്നോട്ട് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ, ദൈവം പ്രവർത്തിക്കും. ആ ഫിനിഷിംഗ് പോയിന്റിൽ ഏലീശ എത്തിയപ്പോ ചോദിച്ചത് കൊടുത്തു. സ്തോത്രം. അവിടെ ചെന്നപ്പോ കിട്ടി. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പോരാടുന്നതിലല്ല വിഷയം. നിങ്ങൾ നോക്കിയത് ദാവീദ് എങ്ങനെയാ ഗോലിയാത്തോട് യുദ്ധം ചെയ്തത്? ഗോലിയാത്ത് എങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഗോലിയാത്ത് എന്ന് പറയുന്ന ആളെങ്ങനെ വന്നത്? അത് വന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ അത് വായിച്ചു കേൾപ്പിക്കുക. യോശുവയുടെ പുസ്തകം എടുത്തേ നിങ്ങളെ. സ്തോത്രം. യോശുവയുടെ പുസ്തകം എനിക്ക് തോന്നുന്നു 15-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നതും പ്രതിസന്ധികൾ കടന്നു വരുന്നതും ആമേൻ നമ്മുടെ ജീവിതത്തിലെ ചില ആത്മീക കുറവുകളാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. യോശുവ ന്യായാധിപന്മാർ അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ 15-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കിക്കൊള്ളട്ടെ. വായിച്ചേ. 15-ാം അധ്യായത്തിലെ അനന്തരം യഹൂദ മക്കൾ ഗിൽഗാൽ 14-ാം അധ്യായത്തിന്റെ 6 തൊട്ടാന്ന് എനിക്ക് തോന്നുന്നു. താവട്ടൊന്ന് വായിച്ചാട്ടെ. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസിനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അനാഖ്യ മല്ലനായ ഗോലിയാത്ത് എന്നൊരാള് ദാവീദിന്റെ കാലത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. അത് ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മൾ ഈ വായിച്ചത് കേട്ടോ. എങ്ങനെയാണ് ഗോലിയാത്ത് ഉണ്ടായത്? അതായത് ഈ നമ്മളിവിടെ വന്ന് കാണുന്നത് താവട്ട് വായിച്ച സിസ്റ്ററെ 7-ാമത്തെ വാക്യമല്ലേ വായിച്ചത്? താവട്ട് വായിച്ചാട്ടെ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കി. അല്ലെ, ഒരു കാര്യം ചെയ്യും, സമയത്തിന് പരിമിതിയല്ല, നമുക്ക് ഒരു 13 തൊട്ട് വായിച്ചാട്ടെ. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായി ഇരിക്കുന്നു.
അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന് പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇനി വീട്ടിൽ പോയി വായിച്ചോളൂ, ഞാൻ പറയാൻ പോകട്ടോ. ഈ അനാഖ്യ ആളുകൾ അല്ലെങ്കിൽ അനാഖ്യ മല്ലന്മാരുൾപ്പെടെ താമസിക്കുന്ന ദേശം യോശുവായ്ക്ക് ദൈവം കൊടുത്തു. യോശുവ കാലേബിന് കൊടുത്തു. കാലേബിന് കൊടുത്തപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, നീ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഈ ദേശം എന്ത് ചെയ്തോണം, പിടിച്ചെടുത്തോണമെന്ന് പറഞ്ഞു. കാലേബിനോട് പറഞ്ഞു. അനാക്യരെ എല്ലാം ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് യുദ്ധം ചെയ്ത് അവരെ തകർത്ത് കളഞ്ഞ് അല്ലെങ്കിൽ അവരെ നശിപ്പിച്ച് കളഞ്ഞ് ഓടിച്ചു വിട്ട് യുദ്ധം ചെയ്ത് ഈ ദേശം നീ എടുത്തോണം. ഓക്കെ, പുള്ളി ദേശം എടുത്തു. പക്ഷേ അനാക്യരെ എല്ലാരെയും ഓടിച്ചില്ല. അത്യാവശ്യം കുറെ ആൾക്കാരെയൊക്കെ തോപ്പിച്ച് ഈ ദേശം പിടിച്ചു. ദേശം പുള്ളി എടുത്തു. പക്ഷേ ദാവീദിന്റെ കാലമായപ്പോൾ അനാക്യ മല്ലൻ എന്ത് ചെയ്തു? ഇയാളുടെ കൈ കിട്ടിയപ്പം ഈ അനാക്യ മല്ലന്മാരെ ദേശത്ത് ഓടിച്ചു കളഞ്ഞിരുന്നെങ്കിൽ, നശിപ്പിച്ചിരുന്നെങ്കിൽ ദാവീദിന്റെ കാലത്ത് ഒരാൾ പൊങ്ങുമായിരുന്നോ? പൊങ്ങുമോ? നിങ്ങൾ പറ. ഇന്ന് അയാളുടെ കൈ കൊണ്ട് കൊടുത്തതല്ലേ ദൈവം? യോശുവ ഇപ്പൊ കൊണ്ടുവന്ന് കാലേബിന്റെ കൈ കൊടുത്തിട്ട് കാലേബിനോട് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്ത് ഈ അനാക്യരെ തോപ്പിച്ച് അവരെ എന്ത് ചെയ്തോണം? തോപ്പിച്ച് നീ ജയിച്ച് ഈ ദേശം എടുത്തോണം. അപ്പൊ പുള്ളി യുദ്ധം ചെയ്ത് തോപ്പിച്ചു. അനാക്യ മല്ലന്മാരെ എല്ലാം ഓടിക്കണ്ടായിരുന്നു, ഓടിച്ചില്ല. സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്കല്ല കാര്യം, അവരവിടെ ഇതോട്ടെന്ന് വിചാരിച്ചു. വസ്തു കിട്ടിയല്ല. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു. ദാവീദിന്റെ കാലത്ത് വെല്ലുവിളിച്ചു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലെ തകർക്കേണ്ട ശത്രുവിനെ തകർക്കാതെ പോയാൽ നാളെ അത് നിങ്ങൾക്കെതിരായിട്ട് എഴുന്നേക്കും. അത് ഇന്ന് ചെയ്യണ്ടേ? കാലേബിന്റെ കാലത്ത് അനാക്യരെ മുഴുവനും കാലേബ് നശിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു അനാക്യമല്ലരായ ഗോലിയാത്ത് ദാവീദിന്റെ കാലത്ത് എഴുന്നേക്കുവോ? എഴുന്നേക്കാഞ്ഞതിന്റെ കാര്യം എന്താ? ഇയാൾ അത് ചെയ്തില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ഭൂമി കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി അവര് പൊക്കോട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, വിശ്വാസ ജീവിതത്തിൽ ദൈവവചന പ്രകാരം നീക്കേണ്ടതെല്ലാം നീക്കിയില്ലെങ്കിൽ നാളെ അത് നിങ്ങളുടെ ജോലിക്കെതിരാകും, നാളെ അത് നിങ്ങളുടെ നന്മയ്ക്കെതിരാകും, നാളെ അത് വലിയ പ്രശ്നമുണ്ടാകും. അന്നേരം കുഴപ്പമൊന്നുമില്ല, കാലേബിന്റെ കാലത്ത് വലിയ പ്രശ്നമില്ല. പക്ഷെ ദാവീദിന്റെ കാലമായപ്പോൾ അനാക്യ മല്ലൻ ഇസ്രായേലിനെ 40 ദിവസം നിന്ന് വെല്ലുവിളിച്ചു. കേട്ടോ, ഈ വെല്ലുവിളി ഉണ്ടാക്കിയെടുത്തതല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നു, ദൈവഗീതമല്ലാത്തതെല്ലാം ദൈവം നീക്കാൻ പറയുന്നതൊന്നും നീക്കാതിരിക്കരുതേ. അത് വെച്ചോണ്ടുള്ള വിശ്വാസ ജീവിതം നാളെ അത് വളർന്നിട്ട് നമുക്ക് പോകാൻ മേലാത്ത സ്റ്റേജിൽ. ശൗല് തോറ്റുപോയി, ഗോലിയാത്തിന്റെ മുമ്പിൽ സകലരും തോറ്റു. അവസാനം ദാവീദ് എന്നാണ്, അന്ന് പുള്ളിക്ക് 17 വയസ്സേ ഉള്ളൂ, പുള്ളി ഗോലിയാത്തിനെ ജയിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഗോലിയാത്ത് അങ്ങനെ ഉണ്ടായെന്നേ. സ്തോത്രം. ഇനി അടുത്തൊരു വാക്യം കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വാസ ജീവിതത്തിൽ പോകേണ്ടതുപോലെ പോകത്തുമില്ല, ചെയ്യേണ്ടതുപോലെ ചെയ്യത്തുമില്ല. അത് നമുക്ക് വലിയ പരാജയമാണ്. അടുത്ത നോക്കിക്കേ, അടുത്ത ജോസഫിന്റെ മക്കളുടെ കാര്യം നമുക്ക് നോക്കാം. ജോസഫിന്റെ മക്കളെ നോക്കി ഈ യോശുവ 17-ാം അധ്യായം ഒന്നെടുത്തേ. അതിന്റെ 14 തൊട്ട് വായിച്ചേ. അനന്തരം യോസേഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ വലിയൊരു ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് എന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലം എടുത്തു കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസേഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത് ഷെയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വേദി പ്രദേശത്ത് പാർക്കുന്ന കനാന്യരൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു.
യോശുവ യോസെഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. അതിന്റെ അർദ്ധപ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. ആ വാക്യം നിങ്ങളൊന്ന് വരയിട്ട് വെച്ചേരെ. കനാന്യരെ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നു എങ്കിലും നിങ്ങൾ അവരെ നീക്കി കളയും. അടി വരയിട്ടേക്കണം. സ്തോത്രം. ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോയി കേട്ടോ. ഇനി ശ്രദ്ധിച്ചാട്ടെ, യോസഫിന്റെ മക്കൾക്ക് ഒരു പരാതി, ഞാൻ ഓഹരി കുറഞ്ഞു പോയി. അവര് വലിയ കൂട്ടരാ, ഒത്തിരി ജനസംഖ്യ ഉണ്ട്. യോശുവ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ തരാം, പക്ഷെ ഒരു കാര്യമാ, കാടുള്ള പ്രദേശം വെട്ടിത്തെളിച്ച് നിങ്ങൾ എടുത്തോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പണി എടുക്കണം. ചുമ്മാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അത് ചിലർക്ക് ഈ അനുഗ്രഹം അനങ്ങാതെ കിട്ടണം. യോശുവ പറഞ്ഞ അത് പറ്റത്തില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? വെട്ടിത്തെളിച്ച് അത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടു. അമ്മ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും സമയം എടുക്കാതെ ദൈവം കാര്യങ്ങളെ, അങ്ങനെ ചില കൂട്ടരുണ്ട്, അവർക്കൊന്നും എന്തല്ല അധ്വാനിക്കാൻ കഴിയത്തില്ല. അമ്മ അതാണ് ഇവരുടെ സ്വഭാവം. ജോസഫിന്റെ മക്കൾ പറഞ്ഞു, ഞാൻ ഓഹരി കൂടുതൽ ഇതാ. ജോഷുവ പറഞ്ഞു തരാം, പക്ഷെ വേറൊരു കാര്യമാണ്, ഞാൻ തരുന്ന സ്ഥലം വെട്ടിയെടുത്ത് തെളിച്ചെടുത്തോണം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നന്മ കൂടുതൽ വേണമെങ്കിൽ അതിന് വില കൊടുക്കണം. മനസ്സിലായി? ചുമ്മാ ഒന്നും എന്ത് ചെയ്യത്തില്ല. സ്വത്രം 37 വർഷം വില കൊടുത്ത പാസ്റ്റർ. സ്വന്തം അല്ലേ? ഇത് 37ാമത്തെ വർഷം തന്നിക്കുന്നത്. നല്ല ആയുസ് മൊത്തം പുള്ളിക്ക് കൊടുത്തത് ഏതാ? സ്വത്രം. ഇവിടുത്തെ ശരിക്കും ആഹാരം കഴിച്ചിട്ട് ഹോട്ടലിലും കഴിക്കാനൊക്കത്തില്ല. എന്താണെന്നറിയോ, ഞാൻ അവിടെ കാപ്പിപ്പതാൻ എന്ന് പറയുന്ന സ്ഥലത്തെ, ഇടുക്കിയിലെ പശുപ്പാറ എന്ന് പറയും, ഈ തലാർ 1ാം ഡിവിഷൻ 2ാം ഡിവിഷൻ, അവിടെ സമാചാരത്തിൽ ഇരിക്കും. ഉപവാസപ്പാർത്തനയാണ്. 1 മണിയാകുമ്പോൾ തീരും. അവിടെ നിന്ന് 4 മൈൽ നടന്ന് ആ കഞ്ഞി കുടിക്കാൻ അടുത്ത വീട്ടിൽ പോകും. ഞാൻ അവിടെ ചെല്ലുക 5 മണിയാകും. അങ്ങനെ കഞ്ഞി ഉണ്ടെങ്കിലും കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക്. ആരാധന കഴിച്ചേ സ്വസ്ത്രം. അങ്ങനെ പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ അറിയാമല്ലോ. അവിടെ നിന്ന് അപ്പടി മലയാ, അവിടെ എല്ലാം അന്ന് നടന്നു പോകാനുള്ള വഴികളേ ഉള്ളൂ, മലയെല്ലാം. വില കൊടുത്താ ഈ പണി ഇത്രയും എടുത്തത്. അതുകൊണ്ട് ഏത് കാര്യത്തിനും വില കൊടുക്കാതെ കിട്ടത്തില്ല. യോശുവ പറഞ്ഞ് തെളിച്ചെടുത്തോണം. ഇവർക്ക് കഷ്ടപ്പെടാൻ കഴിയത്തില്ല, ഇവർക്ക് തെളിക്കാൻ കഴിയത്തില്ല, പണിയാൻ കഴിയത്തില്ല. ഒറ്റ വാക്കി പറഞ്ഞാല് ഇവർക്ക് ശരീരം അനങ്ങാതെ കൂടുതൽ കിട്ടണം. യോശുവ പറഞ്ഞ അത് പറ്റത്തില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ യോശുവ പറഞ്ഞ വാക്ക് കേട്ടോ, നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾ അത് വെട്ടി തെളിക്കണം, കനാന്യരെ തോൽപ്പിക്കണം. നിങ്ങൾ കനാന്യരെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ആ ഏറ്റവും ഒടുവിലത്തെ വാക്യം വായിച്ച 18ാമത്തെ വാക്യം, മലനാട് നിനക്കുള്ളതായിരിക്കണം, അത് കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. അതിന്റെ അർദ്ധപ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. ഇരുമ്പ് രഥമുണ്ട് ഇവരുടെ കയ്യില്, വലിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജോഷുവ പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് അവരെ ദേശത്തോട് നീക്കാൻ പറ്റും. നീക്കിയിട്ട് ദേശം ഉണ്ടാവും. ഇവന്മാരെന്ത് ചെയ്യുന്നറിയോ, ഇവന്മാർക്ക് ഈ പണിയാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ നീക്കിയില്ല. അതൊന്ന് വായിച്ചൊരു സിസ്റ്ററെ. അമ്മേ പ്രൈസലോ. അത് 16ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം. എന്നാൽ അവർ ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കി കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമിന്റെ ഇടവഴിയിൽ ഊഴിയ വേല ചെയ്തു പാർത്തു വരുന്നു. കനാന്യരെ അവര് നീക്കിയില്ല. എന്താ കാര്യം എന്നറിയാവോ? യുവമാർക്ക് പണിയാൻ കഴിയത്തില്ല, അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിക്കണം. അവരെ കൊണ്ട് ഈ കാടൊക്കെ വെട്ടിത്തെളിപ്പിച്ച് ഈ ദേശം എടുക്കണം. പക്ഷെ ജോഷുവ പറഞ്ഞ നേരെ തിരിച്ചാ, അവരെ കൊണ്ട് പണി എടുപ്പിക്കണം എന്നല്ല, അവരെ നിങ്ങൾ തോപ്പിച്ച് ഇറക്കി വിടണമെന്നാ പറഞ്ഞത്. അവരെ നീക്കി കളയണമെന്നാ പറഞ്ഞത്. നീക്കി കളഞ്ഞില്ല. ഇതാ ബുദ്ധിമുട്ട്. താൽക്കാലികമായ കാര്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്തില്ല? നേട്ടത്തിന് വേണ്ടി ഇവരെ കൂടെ കൂട്ടി. എന്ത് നേട്ടത്തിന്? ഊഴിയ വില ചെയ്യിക്കാൻ. മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക്? ഈ കനാന്യരാണ് പിന്നീട് പെലസ്തീയ രാജ്യമായി മാറിയത്. അറിയാവോ നിങ്ങൾക്ക്? ശമൂവേലിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ ഈ പെലസ്തീർ എന്ത് ചെയ്തു? യഹോവയുടെ പെട്ടകം പിടിച്ചോണ്ട് പോയി 5 പട്ടണം യുദ്ധം ചെയ്തെടുത്തു. ഏലി പുരോഹിതൻ പെടലി ഒടിഞ്ഞ് ചത്തു, മക്കള് ചത്തു. അങ്ങനെ ഇസ്രായേൽ തോറ്റുപോയി. കണ്ടോ?
നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയാതെ കൂടെ നിർത്തിയത് കൊണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുരോഹിതൻ കടലി ഒടിഞ്ഞ് ചത്തു, മക്കള് ചത്തു, യഹോവയുടെ പെട്ടകം പോയി, ഇസ്രായേലിലെ 5 പട്ടണം പോയി. അതുകൊണ്ട് എനിക്കും ഇതാ പറയാനുള്ളത്, ദൈവഹിതമല്ലാത്തത് മാറ്റിക്കൂ. അതും വെച്ചോണ്ട് നാളെ പോയാൽ നാളെ അത് നിന്റെ കുടുംബത്തിനും നിനക്കും നന്മയ്ക്കും സകലത്തിനും പ്രശ്നമായി വരും. ആമേ. കനാന്യരെ നീക്കി കളയണമെന്ന് യോശുവ എടുത്ത് പറഞ്ഞില്ല. നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, നിങ്ങൾക്ക് അതിനൊരു ബലമുണ്ട്. അവരെ ഊഴിയവേല ചെയ്യിക്കാൻ കൂടെ നിർത്തി. അതുകൊണ്ട് ദൈവ പൈതലേ, ദൈവഹിതമല്ലാത്ത ലാഭത്തിനൊന്നും പോകരുത്, ദൈവഹിതമല്ലാത്ത നന്മയ്ക്കൊന്നും പോകരുത്. അത് നാളെ നമ്മളെ തിരിഞ്ഞ് കടിക്കും. ഇപ്പൊ കണ്ടോ 2 ശക്തികളെ. അനാക്യമല്ലൻ എവിടുന്നാ വന്നത്? കാലേബിന്റെ കയ്യിൽ ആ ദേശം കൊണ്ട് കൊടുത്തപ്പോൾ അനാക്യമല്ലന്മാരെ ദേശത്തു നിന്ന് മാറ്റി കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു അനാക്യമല്ലൻ വരുമായിരുന്നോ? പുള്ളി അത് ചെയ്തില്ല. പുള്ളി തൽക്കാലം ദേശം പിടിച്ചെടുത്തു. ഇപ്പൊ കണ്ടോ, കനാന്യരെ കൊണ്ടിന്ന് ദൈവം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ നീക്കാൻ കഴിയും. അതാണ് നമ്മൾ വായിച്ച 18-ാമത്തെ വാക്യത്തിൽ. ഇരുമ്പ് രഥമുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും, നീക്കി കളയണ്ടായിരുന്നോ? അപ്പൊ അതുകൊണ്ട് ആ ദൈവഹിതമല്ലാത്ത എല്ലാം വിട്ടേരിക്കും, അത് കയ്യിലിരിക്കും. ഇപ്പൊ കുഴപ്പമില്ലായിരിക്കും, അന്ന് കുഴപ്പമില്ല. അന്ന് ഇവരെ ഊഴിയവേലക്കൊക്കെ നല്ല സുഖമായിരുന്നു, ഇല്ലേ? ഊഴിയവേല ചെയ്യിക്കാനും ആമേ അതെന്ത് ചെയ്യാം, ഇവരെ കൊണ്ട് ലാഭം ഉണ്ടായിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫലസ്തീനായിട്ട് അവരൊരു രാജ്യമായി മാറി. അവർക്ക് മിലിറ്ററി വന്നു, ഫലസ്തീർക്ക് രാജാവ് വന്നു. അവർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിച്ച് എന്ത് ചെയ്തു? പുരോഹിതനെ കൊന്നു, മക്കളും ചത്തു, യഹോവയുടെ പെട്ടകവും അവർ പിടിച്ചോണ്ട് പോയി. ആ 5 ദേശവും പോയി. സ്തോത്രം. ദൈവഹിതമല്ലാത്തത് ലാഭത്തിന് വേണ്ടി നീക്കാതിരിക്കരുത്. നമ്മൾ പലപ്പോഴും ഭാഷ ഇതൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് പെട്ടെന്ന് നീക്കിയാൽ എനിക്കെന്തല്ല, ഇപ്പൊ എനിക്ക് പിടിച്ചിരിക്കാൻ, അതുകൊണ്ട് ഇത് ഇരുന്നോട്ടെ, ഇപ്പോഴത്തെ എന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാ, അല്ലേ? ഇതുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. ഇതാ അവര് പറഞ്ഞത്, ഊഴിയവേല ചെയ്യിക്കാൻ ഇവരുണ്ടല്ലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് കനാന്യരെ നീക്കാതെ കൂടെ നിർത്തി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ അങ്ങ് പോയി മഹാപുരോഹിതന്റെ. സ്തോത്രം. മക്കളും ചത്തു, എല്ലാം ചത്തു, പള്ളിയെല്ലാം കാലിയായി. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായല്ലോ? ഈ 2 കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കുക കേട്ടോ. ഈ 2 പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, അവരുണ്ടാക്കിയതാ ദൈവമക്കൾ. എന്തുകൊണ്ട്? നീക്കാതെ മുന്നോട്ട് പോയി. നീക്കി കളയേണ്ടതൊന്നും അവര് നീക്കിയില്ല, അതെല്ലാം ലാഭത്തിന് വേണ്ടി കൂടെ വെച്ചു. പിന്നീട് അത് വലിയ പ്രശ്നമായി, പിന്നീട് അത് വളർന്നു. പലപ്പോഴും ഫലസ്തീനും മറ്റ് ജാതിക്കാരും എല്ലാം കൂടെ ഒന്നിച്ചു നിന്നു ഇവരെ എന്ത് ചെയ്തു? പോരാടി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകമാണ്. നമ്മൾ പലപ്പോഴും അത് വായിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ചർച്ചിന്റെ ഉപവാസമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു. നെഹമ്യാവിന്റെ പുസ്തകം ആമേൻ 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. മതി. ഇങ്ങോട്ട് നോക്കണം. വേല വലിയതും വിശാലമായതുമാകുന്നു. അടിവരയിട്. ഈ ദർശനം നിങ്ങൾക്കുണ്ടോ? അത് ജോയ് പാസ്റ്റർ ഒരു ചെറിയ കൂട്ടായ്മ 3 പേര് 4 പേര് അവിടെ കൂടുന്നു. 3 പേരുടെ 4 പേരുടെയും വേലയൊന്നും നമുക്കില്ല. നമ്മൾ ചെയ്ത വേല വിശാലമാണ്, വലിയ വേലയാ. അതിന്റെ ഒരു ഭാഗമാണിത്. മനസ്സിലായോ? ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ വേലയാണ് പെന്തക്കോസ്ത് ആരാധന എന്ന് പറയുന്നത്. 4 പേരുടെ കൂട്ടായ്മയല്ലത്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കാഴ്ചപ്പാട്, ഈ ദർശനം നമുക്കുണ്ടാകട്ടെ. ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന വിശാലമായ ഒരു വേലയാണ്. അതിലാണ് ഞാൻ ആയിരിക്കുന്നത്, അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയ സഭയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ കൂട്ടായ്മയല്ല. ഇവിടെ 3 പേരെ ഉള്ളെങ്കിലും ഈ വേല വിശാലമാണ്. സ്തോത്രം പറഞ്ഞ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായി കിടക്കുന്ന വേലയാണിത്.
സ്തോത്രം. സകല ജാതികളുമുള്ള വേലയാണിത്. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വർഗത്തിന്റെ മാത്രമല്ലിത്. ഹല്ലേലൂയ പറഞ്ഞ് ലോകത്തിൽ എത്ര ജാതിയുണ്ട്, എല്ലാ ജാതി ഈ വേലയിലുണ്ട്. ചൈന തൊട്ട് സകല സ്ഥലത്തും ഉണ്ട് ഇത്. അതുകൊണ്ട് വിശാലമായ ഒരു വേലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നത് അതൊരു ചെറിയ കൂട്ടായ്മ, അതൊരു ചെറിയ കൂട്ടായ്മ കേട്ടോ. പിന്നെ ഈ വേലയുടെ രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞു കേട്ടോ, വേല വിശാലവും വലിയതും ആകുന്നു. വിശാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശാലം എന്ന് പറഞ്ഞാൽ ഇതിനതിരില്ല, ഇതിനതിരുകളില്ല. സ്തോത്രം പറഞ്ഞ് ഇതിനതിരുകളില്ലാത്തൊരു വേലയാണിത്. ആമേ, ഇത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല, ഇതങ്ങ് കിടക്കുക. ലലിയ പറഞ്ഞ് ഇതിന്റെ അതിര് നിശ്ചയിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതുപോലെ വിശാലമായൊരു കൂട്ടായ്മയിലാണ് ദൈവമക്കളെ നമ്മളായിരിക്കുന്നത്. ഈ ദർശനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജോയ് പാസ്റ്റർക്ക് മൂന്ന് പേരല്ല ഇവിടുത്തെ. ഞാമേ, ഇത് എന്റെ അല്ല സഭ, വേല ദൈവത്തിൻ്റെതാ. അത് വിശാലമാണ്, അത് വലുതാണ്. നാട്ടിലൊക്കെ ഇപ്പൊ വേല വന്ന് എന്ത് ചെയ്തു? അത് പാപ്പച്ചായന്റെ സഭയായി, അത് മത്തായച്ചാന്റെ സഭയായി, റാന്നിക്കപ്പുറത്തെ കാട്ട് ഒരു ലീലാമ്പയ്ക്കും സഭയായി. അവിടെ പറഞ്ഞ ലീലാമ്പയുടെ ഇവിടെ ഒരച്ചായനും സഭയില്ല, വേല ദൈവത്തിന്റെയാ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ വേല അത് IPC-യുടേതുമല്ല, ചാരോണ്ടതുമല്ല, അത് AG-യുടേതുമല്ല, ഒന്നുമല്ല. വേല ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ പറഞ്ഞ് വേല വിശാലമാണ്, അതിനതിരുകളില്ലാത്തതാണ്. ഈ ഒരു ദർശനം നെഹമ്യാവിന് കിട്ടി. ഈ ദർശനം നിങ്ങൾക്കുണ്ടോ? അത് ജോയ് പാസ്റ്റർ സഭയാണെന്ന് പറഞ്ഞാണോ ഇതിനകത്തിരിക്കുന്നത്? അല്ലെ ഡേവിഡ് പാസ്റ്റർ സഭയാ, ജോയ് പാസ്റ്റർ സഭയാ? അതുകൊണ്ട് നമുക്ക് സഭയില്ല കേട്ടോ. സഭ ദൈവത്തിൻ്റെതാ. ദർശനം കിട്ടി. നമ്മളൊക്കെയാണ് ഈ ദർശനം കിട്ടുമ്പോൾ എന്തോ ചെയ്യും? ആദ്യമേ തിരക്കുന്നത് പൈസയാണ് അല്ലേ? കെട്ടിടം പണിയണം, പൈസ വേണം, അത് വേണം, ഇത് വേണം, ഇത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. പൈസ ഇല്ലാതെ വേല ഓടത്തില്ല. ഓക്കെ. എന്നാ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് കണ്ടോ? 4-ാമത്തെ വാക്യം വായിക്കാം, 1-ാം അധ്യായം. ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോ ഇയാൾ എന്താ ചെയ്യുന്നത്? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവാസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ. ഈ പുള്ളി ഉടനെ ചെയ്ത് എന്താണെന്നറിയോ? ഉപവാസപ്രാർത്ഥന എടുക്കുക ഈ വേലയ്ക്ക് വേണ്ടി. സ്വത്രം പറഞ്ഞ് ഇവിടുത്തെ സപ്പോർട്ട് വരുമെന്നല്ല പുള്ളിയുടെ നോട്ടം. ഇന്നത്തെ എല്ലാവരുടെ നോട്ടം എവിടെ സപ്പോർട്ട് വരുമെന്നുള്ളതാണ്. ആരുടെ നമുക്ക് മേടിക്കാം. പ്രൈസ് അത് നോക്കിക്കാട്ടെ. വിശാലമായ വേലയാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത്, അതിനതിരുകളില്ല, അത് വലുതാണെന്നുള്ള ദർശനം കിട്ടിയപ്പോൾ ഈ ഭക്തൻ മുട്ടുമടക്കി 1-2 പ്രാർത്ഥനയല്ല, വളരെ നാളെ വരയിടെ വളരെ നാള് ഈ വേല ഏറ്റെടുത്ത് അദ്ദേഹം ഉപവസിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് വേലയ്ക്ക് വേണ്ടത്. അല്ലേലൂയ പറഞ്ഞാവി. ഇങ്ങനെയുള്ള ആളുകളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ഇദ്ദേഹം ഈ വിശാലമായ വേല കണ്ടിട്ട് ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി. സ്തോത്രം. ഈ ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഡേവിഡിന്റെ വേലയല്ല ഇത്, ജോയ് പാസ്റ്ററിന്റെ വേലയല്ല. ആമേൻ, ആമേൻ. ഇത് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ വേലയല്ല, അല്ലെങ്കിൽ IPC-യുടേതല്ല. വേല ദൈവത്തിൻ്റെതാണ്, അത് വിശാലമാണ്, അതിന് അതിരുകളില്ലാത്തതാണ്. നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഈ വിശാല വേലയിലാണ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഈ അതിരുകളില്ലാത്ത വേലയിലാണ്. ഈ വേലയ്ക്ക് ആവശ്യം പൈസയല്ല, ഈ വേലയ്ക്ക് ആവശ്യം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാണ്. നെഹമ്യാവ് മുട്ടുമടക്കി പ്രാർത്ഥന തുടങ്ങി. സ്തോത്രം. അത് വളരെ നാള് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മോഡൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞുപസിച്ചു, കരഞ്ഞ് ഉപസിച്ചു. സ്തോത്രം. നിർത്തുകയാണ്. തുടർന്ന് മുമ്പോട്ട് വരുമ്പോൾ നെഹമ്യാവ് ഈ ദർശനം യെരൂശലേമിൽ ചെന്ന് എല്ലാവരും വിളിച്ചിട്ട് ഈ ദർശനം അങ്ങോട്ട് പോയി അവരോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ പട്ടണം ഇടിഞ്ഞു കിടക്കുക, അത് പൊളിഞ്ഞു കിടക്കുക. എനിക്കൊരു ദർശനം കിട്ടി. ഈ വേല വിശാലമാണ്, ഈ വേല വലുതാണ്. നമുക്കിത് എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. നമുക്കിത് പ്രവർത്തിക്കണം. നമുക്കിതിനെ പണിയണം. നമുക്കിതിൻ്റെ ഇടിവുകളെല്ലാം നികത്തണം. ആ ദർശനം എല്ലാവർക്കും കൊടുക്കും.
ദൈവവേലയെക്കുറിച്ചുള്ള ദർശനം ദൈവം തന്നിട്ട് ആർക്കേലും അത് കൊടുത്തിട്ടുണ്ടോ? ആർക്കേലും? ഹല്ലേലൂയ. നെഹമ്യാവ് അവിടെ ചെന്ന് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ വേലയെക്കുറിച്ച് ദൈവം നെഹമ്യാവിന് കൊടുത്ത കാഴ്ചപ്പാട് അവരുടെ അകത്തോട്ട് ഈ മനുഷ്യൻ പകർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവ പൈതലേ, 10-25 ഒക്കെ വർഷമായി ദൈവം നമുക്ക് ഈ ആരാധനയെ കുറിച്ച്, ഈ വേലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നിട്ട് എത്ര പേരുടെ അടുക്ക പോയി ഈ ദർശനം നമുക്ക് അവരുടെ അകത്ത് കൊടുക്കാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. അവരെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞു, അവരെ ഈ പണിക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ രാത്രി നിങ്ങൾ പരിശോധിക്കണം. നമ്മൾ എന്നും കിടന്ന് നമ്മുടെ ബിസിനസ്സിൽ പ്രാർത്ഥന, നമ്മുടെ ജോലിക്ക് പ്രാർത്ഥന, നമ്മുടെ സാലറി കൂടാൻ പ്രാർത്ഥന. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷെ ഈ വേലയെക്കുറിച്ചുള്ള ദർശനം ഏറ്റെടുത്ത് ഇസ്രായേലിൽ ചെന്നിട്ട് എല്ലാരെയും വിളിച്ചു കൂട്ടി ഭക്തൻ ഈ ദർശനം അവരുടെ ഹൃദയത്തിനകത്തോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം, ഇത് നിങ്ങൾ ചെയ്യണം, ഇത് ഞാൻ അതിന്റെ തലക്കം നിൽക്കാം. ദൈവവൈദ്യലേ, ഈ ആരാധനയെ ദൈവം കൊണ്ടുവന്ന ഈ സത്യത്തിന്റെ ദർശനം നിനക്ക് തന്നു. അതുകൊണ്ട് നാളെ പുറത്തോട്ടിറങ്ങിയിട്ട് ഈ ദർശനം പലരുടെ ഉള്ളിൽ കൊടുത്തിട്ട് പറയണം, ഇത് നമുക്ക് ചെയ്യണം, ഇത് നമുക്ക് ഏറ്റെടുക്കണം, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര പേര് അതിൽ തയ്യാറാകും? അതിനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കുന്ന ഗോൾഡ് സ്റ്റോർ അല്ലിത്. കാശ് കൊടുക്കുക, സാധനം മേടിക്കുക. അങ്ങോട്ട് സ്തോത്രം കൊടുത്ത് ഇങ്ങോട്ട് സാധനം മേടിച്ചു, അങ്ങോട്ട് പ്രാർത്ഥന കൊടുത്ത് ഇങ്ങോട്ട് സാധനം മേടിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാ കരസ്മാറ്റിക് ഗ്രൂപ്പിന്റെ പരിപാടി. ഹല്ലേലൂയ അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ ഇങ്ങോട്ട് എത്തിയത് വരുന്നവർക്കെല്ലാം നന്മയാ, അല്ലേ? അങ്ങനല്ലേ? എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.